വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ സ്പ്രിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഇതാണ് ഞാനിട്ട സ്പ്രിങ്. ഇതാണ് ഇതിൽ കിടന്നിരുന്ന സ്പ്രിങ് ഇട്ടാ. ഇത് ഞാൻ മാറ്റി നമ്മുടെ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബജാജ് XY പുതിയ ഓട്ടോറിക്ഷ എടുക്കുന്നവർ എത്രയും പെട്ടെന്ന് അണ്ടർകോട്ട് പെയിന്റ് അടിക്കും കേട്ടാ. ഇത് നോക്കിയ കമ്പനി കൊടുത്തേ നോക്കിയാൽ വെറുതെ പെയിന്റ് പൂശിട്ടുള്ളൂ. പെയിന്റ് ഇല്ലാന്ന് തന്നെ പറയാം. നോക്കിയേ എന്താ എത്രയും പെട്ടെന്ന് അണ്ടർകോട്ട് പെയിന്റ് അടിച്ച് തുരുമ്പിനെ ചെറുക്കുക. അതുപോലെ തന്നെ അതെ ഈ ബോഡി ബോൾട്ട് ഉണ്ടാ. ബോഡി ബോൾട്ട് ഷിജൻ എടുത്തിട്ട് എത്ര ആളായി? ഞാനിപ്പോ എടുത്തിട്ട് മൂന്നാമത്തെ സർവീസ് ആവുന്നു. മൂന്നാമത്തെ സർവീസ് അല്ലേ? ചേസ് ബോൾട്ടൊക്കെ മുറുക്കിച്ചാർന്നാ? മുറുക്കിച്ചാർന്നല്ലേ? ഞാൻ അണ്ടർകോട്ട് പെയിന്റ് ഒന്ന് അടിക്കട്ടാ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ ഏതാണെന്ന് നോക്കിയാൽ ബജാജ് XY ഡീസൽ ഓട്ടോറിക്ഷ ആണ്. ഇത് സ്പ്രിങ് വർക്കിനായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇത് വന്നിരിക്കുന്നത് ഇളങ്കുന്നപ്പുഴ വൈപ്പിൻ ഭാഗത്ത് നിന്നാണ്. അപ്പൊ ഇത് ഓടിക്കുന്നത് ഷിജൻ നമ്മുടെ അടുത്ത് തന്നെ നിപ്പുണ്ട് കേട്ടാ. ഷിജൻ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ ഷിജന്റെ ഓട്ടോറിക്ഷ ആണ് ഇത് ഏറ്റവും പുതിയ മോഡൽ ഓട്ടോറിക്ഷ ആണ് കേട്ടാ. വലിയ വീൽ ബൈസ് ഒക്കെ ഉള്ള ഓട്ടോറിക്ഷ. അപ്പൊ ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് തരാട്ടാ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടാ. സ്പ്രിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് ഭംഗിയുള്ള മീഡിയം ടൈപ്പ് ബോഡി വർക്ക് കേട്ടാ. സൈഡിലെ കുത്തമ്പിയൊക്കെ നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. വൈഷ്ണവ് പേര് കിടന്ന് മിന്നണ നോക്കിയേ. രാത്രി നല്ല ഭംഗിയുണ്ടാവും കേട്ടാ. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത നോക്കിയേ, മഡ് ഗാർഡിൽ ഒരു ഹെഡ്ലൈറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടാ. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പഴയ ഒരു ഓട്ടോയുടെ ലുക്ക് തോന്നിക്കുന്ന വിധം. പിന്നെ നോക്കിയേ കണ്ട, സൈഡ് ഗ്ലാസ് കുറച്ച് വലിയ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. നോക്കിയേ ഈ ബോഡി വർക്കിന് വന്ന റേറ്റ് 21,000 രൂപയാണ്. അതുപോലെ തന്നെ അപ്പോൾസറി വർക്കിന് എത്രയായി? 11,500 രൂപയാണ് അപ്പോൾസറി വർക്ക്. നല്ല ഒതുങ്ങിയ ടൈപ്പുള്ള ബോഡി വർക്ക് ഇട്ടാ. ഇത് എവിടുന്ന ചെയ്തത്? എവിടുന്ന? പുതുവൈപ്പ്. വർഷാപ്പിന്റെ വല്ല പേര് വല്ലതും ഉണ്ടാ? ജോമോൻ അല്ലേ? ഓക്കെ. അവിടെ എല്ലാ വണ്ടികളും പണിയും? എല്ലാ വണ്ടികളും പണിയും. അപ്പൊ ജോമോന്റെ വർക്ക് നോക്കിയേ, നല്ല അടിപൊളി വർക്കാണ് കേട്ടാ. എന്താ അതുപോലെ അപ്പോൾസറി എവിടെ ചെയ്തത്? പുതുവൈപ്പ് അല്ലേ? പേര് വല്ലതും ഉണ്ടാ? രതീഷിന്റെ അപ്പോൾസറിയാണ് പുതുവൈപ്പ്. അതുപോലെ തന്നെ ബമ്പർ നോക്കിയേ കണ്ടാ. ബമ്പറിന്റെ സെന്ററിലായിട്ട് ആ സിൽവർ അല്ല, ഗ്രേ കളർ അല്ലേ? അത് ലുക്കായിട്ടുണ്ട് കേട്ടാ. വലിയ ആർഭാട വർക്കുകളൊന്നുമല്ല. എന്തായാലും നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വർക്കാണ്. ഓട്ടോയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ നോക്കിയേ എന്താ, ഇവിടെ ഒരു ഗണപതിയുടെ ശില്പം ഇരിപ്പുണ്ട് കേട്ടോ. നോക്കി എന്ത് ലുക്കാണ് നോക്കിയാൽ, നല്ല അടിപൊളി ഗണപതി ശില്പം. അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ഗണപതിയുടെ ശില്പം ഇരിപ്പുണ്ട്. ഈ ഓട്ടോ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 8,112 കിലോമീറ്റർ ആണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അപ്പോൾസറി വർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടാ, വലിയ ആർഭാട വർക്കൊന്നുമില്ല കേട്ടാ. മീഡിയം ലെവലിലുള്ള വർക്ക് നോക്കി. സീറ്റ് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. സീറ്റ് കമ്പനി സീറ്റ് തന്നെ. പിന്നെ ഷിജൻ എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട്? അതല്ലേ? നമ്മുടെ സ്പ്രിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ സ്പ്രിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഇതാണ് ഞാനിട്ട സ്പ്രിങ്. ഇതാണ് ഇതിൽ കിടന്നിരുന്ന സ്പ്രിങ് ഇട്ടാ. ഇത് ഞാൻ മാറ്റി നമ്മുടെ സ്പ്രിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബജാജ് XY എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കണ്ട, ഇതിന്റെ ചേസ് ഒക്കെ നോക്കിയേ,
പുതിയ ഓട്ടോറിക്ഷ എടുക്കുന്നവർ എത്രയും പെട്ടെന്ന് അണ്ടർകോട്ട് പെയിന്റ് അടിക്കും കേട്ടോ. ഇത് നോക്കിയ കമ്പനി കൊടുത്തേ നോക്കിയാൽ വെറുതെ പെയിന്റ് പൂശിട്ടുള്ളൂ, പെയിന്റ് ഇല്ലാന്ന് തന്നെ പറയാം. നോക്കിയേ ഉണ്ടാ, എത്രയും പെട്ടെന്ന് അണ്ടർകോട്ട് പെയിന്റ് അടിച്ച് തുരുമ്പിനെ ചെറുക്കുക. അതുപോലെ തന്നെ അതെ ഈ ബോഡി ബോൾട്ട് ഉണ്ടാ, ബോഡി ബോൾട്ട് തന്നെ ഫസ്റ്റ് സർവീസിൽ തന്നെ ഇതൊന്ന് മുറുക്കണം കേട്ടാ. ഇത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യിക്കണം, രണ്ടാമതൊന്ന് മുറുക്കിക്കണം. പിന്നെ ഇതിന് ചെയ്തേക്കണണ്ട ഇവിടെ എക്സ്ട്രാ പാക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതായത് ബോഡി കുറച്ചുകൂടി ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി ചേസിൽ നിന്ന്. അതുപോലെ തന്നെ ബാക്കിൽ നോക്കിയേ ഉണ്ടാ, കണ്ട ബാക്കിലും പാക്കിങ് കൊടുത്ത് പൊക്കിയിട്ടുണ്ട്. അപ്പൊ ബോഡിക്ക് ഒരു ഇടുപ്പാവും, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മസ്റ്റായിട്ട് അണ്ടർകോട്ട് പെയിന്റ് അടിക്കുക കേട്ടാ. ഷിജൻ എടുത്തിട്ട് എത്ര ആളായി? ഞാനിപ്പോ എടുത്തിട്ട് മൂന്നാമത്തെ സർവീസ് ആവുന്നു. മൂന്നാമത്തെ സർവീസ് അല്ലേ? ചേസ് ബോൾട്ടൊക്കെ മുറുക്കിച്ചാർന്നാ? സർവീസിന് മുറുക്കിച്ചാർന്നല്ലേ? ഞാൻ അണ്ടർകോട്ട് പെയിന്റ് ഒന്ന് അടിക്കട്ടാ. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അടിക്കണം. എന്ന് വെച്ചാൽ അവിടെയൊക്കെ ചെറിയ ഉപ്പുള്ള പ്രദേശമുള്ള, എത്രയും പെട്ടെന്ന് പെയിന്റ് അടിക്കണം, അത്രയും നല്ലത്. പിന്നെ ഓട്ടോറിക്ഷ നല്ല മൊഞ്ചായിട്ട് പണിതിട്ടുണ്ടല്ലോ അല്ലേ? അതെ അല്ലേ? ഓ 21 രൂപയുടെ ബോഡി വർക്ക് അല്ലേ? പിന്നെ അപ്പോൾസറി 11 രൂപ. പിന്നെ അപ്പൊ നമുക്കൊന്ന് സ്പ്രിംഗ് ഒക്കെ ഇട്ട് നോക്കാം അല്ലേ? പിന്നെ ഇതിന്റെ കമ്പനി തന്നെ സ്പ്രിങ്ങിന് കുറച്ച് ചാട്ടം അല്ലേ? ലോഡും പുറത്ത് ആക്ഷൻ ഉണ്ടാവുള്ളൂ. അതെ അല്ലേ? സിംഗിൾസില് നമുക്ക് കുഴിയൊക്കെ ഉണ്ടെങ്കിലും കട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹമ്പ് ഉണ്ടെങ്കിലും ചവിട്ടി എടുക്കണം. യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട്. സ്പ്രിംഗ് ഇട്ടില്ല എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അതെ അല്ലേ? സ്പ്രിംഗ് മാറ്റിയിട്ടില്ല. എന്തായാലും നമ്മുടെ സ്പ്രിംഗ് ഒന്ന് ഇട്ട് ഓടിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഓക്കെ ഷിജൻ, ആ സീറ്റും കൂടി ഒന്ന് മാറാറുന്നില്ലേ? എന്തായാലും ഇത്രയും പണിത സ്ഥിതിക്ക് സീറ്റ് മാറണം. അതെ, ഒരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലേ? ഓ മാറിക്കഴിഞ്ഞാൽ ഇത് പിന്നെ വേസ്റ്റ് ആയി പോകല. അതെല്ലേ? ഓ ആവുന്നത് അത് കഴിഞ്ഞാൽ മാറും. അതെല്ലേ? പിന്നെ അതുപോലെ തന്നെ ഒരു വീൽ കപ്പ് ഇടണോട്ടാ. ഒരു വീൽ കപ്പ് അല്ല, സോറി, 3 വീൽ കപ്പ് ഇടണം, 3 വീലേലും. പിന്നെ വേറെ എന്തൊക്കെ വർക്കാണ് ചെയ്യാനുള്ളത്? ഓ സൈഡ് മിറർ കൊമ്പ് അല്ലേ? സൺസൈഡ് വരും അല്ലേ? ഓ സൺസൈഡ് വരുമ്പോഴാണ് വൈഷ്ണവ് ആ പേരിനൊരു ഇടുപ്പ് വരുള്ളൂ. എന്ന് വെച്ചാൽ ഒരു സൺസൈഡ് വരുമ്പോൾ ഷെയ്ഡ് വരും. ആ ഷെയ്ഡ് വരുമ്പോ പകലിലും നല്ല ലുക്കായിരിക്കും. ഇപ്പൊ എന്ന് വെച്ചാൽ വെളിച്ചിങ്ങനെ അടിക്കണ നേരത്തെ കറക്റ്റ് ആയിട്ട് ആ പേര് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി ഉഷാറായിട്ട് കാണും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതെ മഡ്ഗാർഡിൽ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട് കേട്ടാ. നോക്കിയേ, ഇത് എവിടെയാന്ന് വാങ്ങിച്ചത്? ആലുവ അല്ലേ? ചെറിയ ചില വണ്ടികൾക്ക് ഞാൻ കണ്ടത്. അതെല്ലോ? പഴയ മോഡിഫിക്കേഷൻ ചെയ്തു വരുന്ന അതെ അതെ അതെ. ആ ഒരു പഴയ കാല ബജാജിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ലൈറ്റ് അല്ലേ? ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡ് സ്പ്രിങ് കൂടി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് വർക്ക് കഴിയും. അത് കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടാ. ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് വിവരം പറയണോ കേട്ടാ. ഓക്കെ ഷിജൻ, നമ്മ 2 സ്പ്രിങ് മാറിയിട്ടാ ബാക്കിലാ, കണ്ടല്ലേ മാറിയത്? അപ്പൊ പയ്യനൊന്ന് നാട്ടിയേ. ഓക്കെ, എങ്ങനെയുണ്ട്? നേരത്തേലും വ്യത്യാസം ഉണ്ടാ? ഓ പിന്നെ നമുക്ക് ഓവറായിട്ട് ആടാനും പാടില്ല. ഓവറായിട്ട് ആടി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ കിട്ടൂല. ചില വണ്ടി കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര ആക്ഷൻ ആയിരിക്കും. ഭയങ്കര ആക്ഷൻ, അത് പ്രയോജനമല്ലാത്ത ആക്ഷനാണത്. അതെ അതെ. നമുക്ക് വളവൊക്കെ വീശിയെടുക്കുമ്പോഴേ ചെറിയൊരു ഭയം വരും. ഈ ബജാജ് XYD വണ്ടിക്ക് ഉണ്ടല്ലോ ഓവർ ആക്ഷൻ പാടില്ല എന്നാണ് ശരിക്കും. ഇപ്പൊ ഈ ആക്ഷൻ തന്നെ ധാരാളം, അതായത് പാസഞ്ചറിനൊക്കെ നല്ലൊരു സുഖം കിട്ടും. അതുപോലെ നിങ്ങൾക്കും. പിന്നെ വേറെ എന്ന് വെച്ചാൽ പറയാനുള്ളത് ഫ്രണ്ടിലെ സ്പ്രിങ് കണ്ടാ, അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. അതും കൂടി ക്ലിയർ ചെയ്താൽ ഓടിക്കുന്ന ഡ്രൈവറിന് നല്ല സുഖമായിരിക്കും. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഉടൻ നമ്മുടെ ചാനലിൽ വരും, അത് ക്ലിയർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ കേട്ടാ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിനു മുമ്പ് ഈ ഓട്ടോയുടെ ബോഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബജാജ് കമ്പനി ഓട്ടോകളുടെ ബോഡി വളരെ സ്ട്രോങ് ബോഡിയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ബജാജ് XYD ഡീസൽ ഓട്ടോ OBD 2 ആണ് ട്ടാ, ഏറ്റവും പുതിയ മോഡൽ. ഇപ്പൊ ഏറ്റവും പുതിയ മോഡലിന് വരുന്നത് വീൽ ബേസ് കുറച്ച് വലുതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്കും അതിനനുസരിച്ച് വലുത്. പിന്നെ ഫ്രണ്ട് വീല്
ഷോക്ക് അബ്സോർബറും സ്പ്രിങ്ങിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ പറ്റി പറയാനുള്ളത് ആദ്യം ഇതിന്റെ ബോഡി നല്ല കരുത്തുറ്റ വെയിറ്റ് കൂടിയ പെട്ടെന്ന് തുരുമ്പിനെ ചെറുക്കുന്ന തരത്തിലുള്ള ബോഡിയാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. വലിയ ബോഡി ആയതിനാൽ കൂടുതൽ ലഗേജ് സൗകര്യവും യാത്രക്കാരെ അധികം ഉൾക്കൊള്ളുവാനും കഴിയും. നോക്കിയേ, നല്ല കിടുക്കാച്ചി സ്ട്രോങ് ബോഡി കണ്ട, അടിപൊളി ബോഡി. നമ്മ മറ്റുള്ള ഓട്ടോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ട ഇവിടെ പെട്ടി പീസ കൊടുത്തേക്കുന്നത്. മറ്റുള്ള ഓട്ടോണ് ഇത് ഇങ്ങനത്തെ ഒരു പീസ് മാത്രമായിരിക്കും ഇങ്ങനെ വന്നേക്കണത്. അടുത്തേക്ക് വന്ന് കണ്ട കണ്ട ഇങ്ങനെ പെട്ടി പീസുകളാണ് ഇതിന് അധികം കൊടുത്തേക്കണത്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ആയാലും നല്ല അടിപൊളി പ്ലാറ്റ്ഫോം ആണ്. പിന്നെ ഇങ്ങനെ പെട്ടി പീസ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, തട്ടാ മുട്ടയൊക്കെ വന്നു കഴിഞ്ഞാല് പാച്ച് വർക്കർമാർക്ക് ചെറിയ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ നിവർത്താൻ. എന്ന് വെച്ചാല് പെട്ടി പീസാണല്ല, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നിവർത്താനും ഒക്കെ. ഓട്ടോയുടെ ബോഡി സ്ട്രോങ് ആക്കുന്നതിന്റെ ഭാഗമായി കമ്പനി ഈ 2 ബാക്ക് മൂലകളിലും പെട്ടി പീസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ബോഡിയാണ് ഇതിൻ്റെത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്ടാ എൻ്റെ അറിവില് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെക്കാനിക് അല്ല ട്ടാ, നിങ്ങളെപ്പോലെ ഒരു ഡ്രൈവറാണ്. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് അറിയാവുന്ന പണികൾ ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇതിന്റെ സ്പ്രിങ് മാറ്റിയാണ് കണ്ട, സ്പ്രിങ് മാറ്റിയപ്പോ ഒരുവിധം ആക്ഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ സ്പ്രിങ് ഒന്ന് മാറ്റേണ്ടി വരും കേട്ടാ. ബജാജ് XYD CNG ഓട്ടോയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, 2 സിലിണ്ടർ ഫ്രണ്ടിൽ വന്നാരണം കൊണ്ട് ശരിക്കും സ്പ്രിങ്ങിന് ആക്ഷൻ കുറച്ച് കൂടും. XYD CNGക്ക് ആകുമ്പോ ആക്ഷൻ ഇതെന്ന് വെച്ചാൽ ഫ്രണ്ടില് സിലിണ്ടറോ കാര്യങ്ങളൊന്നും വരാത്ത ആരം കൊണ്ട് ഒരു അനക്കവും ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ സ്പ്രിങ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല യാത്രാസുഖം കിട്ടും. പിന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാവുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താം കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഇതൊന്ന് ഓടിച്ച് നോക്കാം അല്ലെ. ഓടിച്ച് നോക്കി ബാക്കി കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന് ഓടിച്ചു നോക്കാന്നാ. ബാക്ക് സ്പ്രിങ് ഒക്കെ മാറി ട്രയലിന് പോയി. അപ്പൊ ആ ട്രയലിന് പോയിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ ഷിജൻ തന്നെ പറയട്ടെ. ഷിജൻ എങ്ങനെയുണ്ട് സ്പ്രിങ് മാറിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പനി സ്പ്രിങ്ങിനും നല്ലൊരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുന്ന് യാത്ര ചെയ്യാൻ യാത്രക്കാർക്കുള്ള സുഖമാണ് നമ്മൾ നോക്കുന്ന സേഫ്റ്റി. പല ആൾക്കാരും നമ്മുടെ കൂടെ കയറിയപ്പോ തന്നെ എന്താണ് സ്പ്രിങ് കയറ്റില്ലെന്ന് വരെ ചോദിച്ചവര്. അതെല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ വിഷമം നമുക്ക് മനസ്സിലായത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സ്പ്രിങ് എന്ന് പറയുമ്പോൾ ലോഡിങ്ങിലുള്ള വണ്ടിക്ക് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഓപ്പണ ആപ്പയ്ക്ക് ലോഡിങ്ങിനുള്ളത്. ആ സ്പ്രിങ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും മാറ്റേണ്ടി വരും. പിന്നെ അതിനനുസരിച്ച് ലോഡ് ഉണ്ടായിരിക്കണം, ആക്ഷൻ കിട്ടുള്ളൂ. കാരണം ടൈറ്റ് ആണ്. അപ്പൊ ഇതിപ്പോ ഇക്കടയിൽ നിന്ന് ഞാനിപ്പോ മേടിച്ച് മാറിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ കംപ്ലൈന്റ് ഒന്നും പറയാനൊന്നുമില്ല. സംഗതി സുഖമാണ്. ഇപ്പൊ ട്രെയില് പോയിട്ട് സുഖമാണ്. പിന്നെയുള്ള അടുത്ത യാത്രയിലും പിന്നെ അതുപോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ ഓടി ഷോക്ക് അബ്സോർബർ ഒന്ന് ക്ലിയർ ആവണം. ഷോക്ക് അബ്സോർബർ അടിയിലേക്കും മുകളിലേക്കും പ്രവർത്തിച്ചൊന്ന് ലൂസ് ആയി കഴിയുമ്പോൾ ഒന്നും കൂടി ആക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലെ സ്പ്രിങ് ഉണ്ടല്ല, കണ്ട ഈ ഫ്രണ്ടിലെ സ്പ്രിങ് കൂടി ഒന്ന് മാറി ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല യാത്രാ സുഖമായിരിക്കും, ഡ്രൈവറിനും കിട്ടും. അപ്പൊ ഫ്രണ്ടിലെ സ്പ്രിങ് നമ്മ നോക്കി കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അത് മെഷർമെന്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ നമ്മ ഒരു ഓട്ടോറിക്ഷ നമുക്ക് കിട്ടി അതിൻ്റെ അകത്ത് കിട്ടുന്ന പരീക്ഷണമൊക്കെ നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഹാപ്പി അല്ലേ? ഓക്കെ, എന്നാ പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂട്ടാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. കൂടാതെ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോകളുമായി ഞാൻ ഉടൻ വരുന്നതാണ്. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.